ഓം നമോ വെങ്കിട്ടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ കന്നിമാസം 1-ാം തീയതിയാണ്. മാത്രമല്ല ബുധനാഴ്ചയുമാണ്, ഏകാദശി തിഥിയുമാണ്. വർഷത്തിലെല്ലാ മാസങ്ങളിലും ദൈവീക വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ മാസങ്ങളാണ്. എങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ മഹാവിഷ്ണു ദേവനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ മാർഗഴി മാസവും അതുപോലെ തന്നെ പുരട്ടാസി മാസവുമാണ് ഗോവിന്ദ ഭഗവാന്റെ ഉചിതമായ മാസങ്ങളായി കരുതപ്പെടുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, മാസങ്ങളിൽ ഞാൻ മാർഗഴിയും തിഥിയിൽ ഞാൻ ഏകാദശിയുമാണ് എന്നുള്ള കാര്യം. അങ്ങനെ നോക്കുമ്പോൾ മാർഗഴി മാസത്തെ പോലെ തന്നെ ഏറ്റവും അനുയോജ്യമായ ഭഗവാനെ വഴിപാട് ചെയ്യുവാനുള്ള ഒരു മാസമാണ് പുരട്ടാസി മാസം അഥവാ കന്നിമാസം എന്ന് പറയുന്നത്. കന്നിമാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് ആ മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് എന്ന് മുഴുവനായിട്ടും അറിയുവാൻ സാധിക്കുന്നതാണ്. നമ്മളിൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ തിരുപ്പതി ബാലാജി ദേവനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം. തിരുപ്പതി ബാലാജി ദേവനെ നമ്മൾ പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്നെല്ലാം നമുക്കറിയാം. എങ്കിലും തിരുപ്പതി ബാലാജി ദേവനെ വഴിപാട് ചെയ്യുവാൻ എല്ലാ ദിവസങ്ങളും ഉചിതമാണെങ്കിലും പോലും ശനിയാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ബാലാജി ദേവനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അങ്ങനെ വെങ്കടാചലപതി ഭഗവാന്റെ പ്രധാനപ്പെട്ട ഒരു ദിവസമായ ബുധനാഴ്ചയാണ് ഇപ്രാവശ്യത്തെ കന്നിമാസം 1-ാം തീയതി ആരംഭിക്കുന്നത്. കന്നിമാസം എന്ന് പറയുമ്പോൾ അത് ബുധഭഗവാന്റെ ആധിക്യം കൂടുതലായി നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ നമ്മൾ മുഴുവനായും ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. തടസ്സപ്പെട്ട് കിടക്കുന്ന പണം നമ്മളിലേക്ക് തേടി വരും. അതുപോലെ തന്നെ തൊഴിലിൽ ഉയർച്ചയില്ലാതെ വിഷമിക്കുന്നവർ, മാത്രമല്ല പുതിയൊരു തൊഴിൽ തുടങ്ങുവാനായിട്ട് വിഷമിക്കുന്നവർ, ഇനി അഥവാ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുവാൻ ആഗ്രഹിച്ച് അത് മുടങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ വിവാഹം ഒന്നും ശരിയായി വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ തുടങ്ങി എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുവാൻ നമുക്ക് ഈ ഒരു മാസത്തിൽ തിരുപ്പതി ബാലാജി ദേവനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. എങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം, സമ്പത്തിൻ്റെ ദേവനാണ് തിരുപ്പതി ബാലാജി ദേവൻ. നമ്മൾ 1 രൂപ അവിടുത്തെ കാണിക്കവഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നമുക്കതിൻ്റെ 100 മടങ്ങ് ഭഗവാൻ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യവും നമ്മുടെ പല വീഡിയോകളിലായി ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. നാളെ രാവിലെ മുതൽക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഭഗവാന്റെ തിരുമുന്നിൽ നമ്മൾ ഒരു കിഴി സമർപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഭഗവാന്റെ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അടുത്ത പുരട്ടാസി മാസമാകുമ്പോഴേക്കും, അതായത് അടുത്ത 2026 കന്നിമാസമാകുമ്പോഴേക്കും നമ്മുടെ സകല സാമ്പത്തിക തടസ്സങ്ങളും മാറിക്കിട്ടും. നമ്മുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാകും. നമ്മുടെ ജീവിതം തന്നെ മാറിമറിയും. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട താന്ത്രിക പരിഹാര മാർഗമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത്. നാളെ ബുധനാഴ്ച രാവിലെ എല്ലാവരും ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കുക. ഇത് മുഴുവനായിട്ടും നമ്മുടെ ദൈവീക വഴിപാടിന് വേണ്ടി ഒതുക്കേണ്ട ഒരു ദിവസമാണ്. പീരിയഡ്സ് ഉള്ളവർക്കോ പുലവാലായ്മയുള്ളവർക്കോ ഇത് ചെയ്യാൻ സാധിക്കില്ല. ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ നാളെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു ചെറിയ പരിഹാര മാർഗം നമ്മൾ ചെയ്യാവുന്നതാണ്. ആദ്യം രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലെ ഭഗവാന്റെ തിരുരൂപം വൃത്തിയാക്കുമ്പോൾ കുറച്ച് ശുദ്ധമായ വെള്ളം, പനിനീര്, അതിനോടൊപ്പം തന്നെ കുറച്ച് ജവാദ് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിൽ ആ വെള്ളം കൊണ്ട് നമുക്ക് പടവും വിഗ്രഹവും എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊട്ട്, അലങ്കാര പ്രിയനാണ് വെങ്കടാചലപതി ഭഗവാൻ, അതുകൊണ്ട് തന്നെ അലങ്കാരം ചെയ്യാം. തുളസി മാല കിട്ടുകയാണെങ്കിൽ തുളസി മാല ചാർത്താം. ഇനി അഥവാ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ച് നമുക്ക് അലങ്കാരം ചെയ്ത് ഭഗവാന്റെ മുന്നിൽ ഒരു നെയ്ദീപം തെളിയിക്കണം. നെയ്ദീപം തന്നെ നാളെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുക. നെയ്ദീപം തെളിയിക്കുക. പിന്നീട് നമ്മൾ നൈവേദ്യമായിട്ട് മധുര പലഹാരങ്ങൾ എന്തെങ്കിലും, അതായത് ജിലേബി, മൈസൂർപ്പ അങ്ങനെയുള്ള എന്തെങ്കിലുമോ, അല്ലെങ്കിൽ നമ്മൾ പഴവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ ശുദ്ധമായ ഒരു ഗ്ലാസ് പാല് കാച്ചി അതിൽ ശർക്കരയിട്ട് നമുക്കത് ഭഗവാന്റെ തിരുമുന്നിൽ വയ്ക്കാവുന്നതാണ്.
ഇങ്ങനെ വെച്ചു കഴിഞ്ഞതിന് ശേഷം ദീപം തെളിയിച്ചു, ചന്ദനത്തിരി കത്തിച്ചു, സാമ്പ്രാണി എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല ശുദ്ധമായ വെള്ള തുണി, അത് ഇന്ന് തന്നെ നമ്മൾ ഒരു ചെറിയ കിഴിക്കായിട്ട്, അതായത് ഒരു കർച്ചീഫിൻ്റെ പാകത്തിന് കട്ട് ചെയ്തെടുത്ത് ആ തുണി മഞ്ഞൾ വെള്ളത്തിൽ മുക്കി നമുക്കത് ഉണക്കിയെടുക്കാം. ഇനി അഥവാ മഞ്ഞൾ നിറത്തിലുള്ള തുണി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിലൊരു ചെറിയ കഷ്ണം എടുത്ത് അത് ഭഗവാന്റെ മുന്നിൽ വെച്ചതിന് ശേഷം ഒരു തുളസിയില, ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം, 2 ഏലയ്ക്ക, 1 ഗ്രാമ്പു, 11 1 രൂപ നാണയം. ഇനി വിദേശത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ 11 രൂപയുടെ കണക്ക് അവിടെ എന്താണോ അതെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 1 രൂപ കയ്യിലുണ്ടെങ്കിൽ അതും എടുക്കാം. ഇത് ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലുള്ളവർ 11 1 രൂപ നാണയം എടുത്ത് അത് ആ തുണിയിൽ വയ്ക്കുക. ആദ്യം നമ്മൾ തുളസിയില വെച്ചിട്ടുണ്ട്, പച്ചക്കർപ്പൂരം വെച്ചിട്ടുണ്ട്, ഗ്രാമ്പൂ വെച്ചിട്ടുണ്ട്, ഏലക്ക വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഈ 1 രൂപ നാണയം വെച്ച് ഭഗവാന്റെ മുന്നിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ഈ കിഴി നമ്മൾ കെട്ടി നമ്മുടെ കൈകളിൽ വെച്ചുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന മന്ത്രം 7 പ്രാവശ്യം ചൊല്ലുക. വെറും 7 പ്രാവശ്യം 7 മലയാൻ്റെ മൂലമന്ത്രം എന്നറിയപ്പെടുന്ന ഈ ഒരു മന്ത്രം പറയുക. ഈ മന്ത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ 3 വീഡിയോകൾ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഫലം ലഭിച്ച ഒരു അത്ഭുത മഹാ തിരുപ്പതി ദേവൻ്റെ മന്ത്രമാണ് ഇത്. ഈ ഒരു മന്ത്രം വിശ്വാസത്തോടു കൂടിയും ഭഗവാനോടുള്ള ഭക്തിയോടുകൂടിയും നമ്മൾ ചൊല്ലേണ്ടതാണ്. ആ മന്ത്രം ഇതാണ്: ഓം ഹ്രാം ഹ്രീം ക്ലീം ഓം നമോ ശ്രീ വെങ്കടേശായ നമഃ. ഓം ഹ്രാം ഹ്രീം ക്ലീം ഓം നമോ ശ്രീ വെങ്കടേശായ നമഃ എന്നുള്ള മന്ത്രം 7 പ്രാവശ്യം ചൊല്ലുക. ഇനി നിങ്ങൾക്ക് ഇത് 21 പ്രാവശ്യമോ 108 പ്രാവശ്യമോ ചൊല്ലുവാൻ സമയം ഉണ്ടെങ്കിൽ 108 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം മനഃപൂർവ്വമായിട്ട് നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറ്റിത്തരണം ഭഗവാനെ എന്ന് നമ്മൾ മനസ്സിൽ പ്രാർത്ഥിച്ച് ലക്ഷ്മി ദേവിയുടെ നിങ്ങൾക്ക് നാമങ്ങൾ അറിയുമെങ്കിൽ അല്ലെങ്കിൽ മന്ത്രജപങ്ങൾ അറിയുമെങ്കിൽ അതും ഒരു തവണ ചൊല്ലിയതിനു ശേഷം ലക്ഷ്മി ദേവിയുടെ അഷ്ടകം അറിയുമെങ്കിൽ അത് ഒരു തവണ ചൊല്ലുക. ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ഈ കിഴി ഭഗവാന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുക. അതായത് പടത്തിനു താഴെ വെച്ച് ദീപധൂപ ആരാധനകൾ കാണിക്കുക. മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക: ഭഗവാനെ, ഞാൻ അനുഭവിക്കുന്ന സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടണം, ആരോഗ്യപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടണം, എൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുവാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണോ അതെല്ലാം തന്നെ മാറ്റിത്തരണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കിഴി ഭഗവാന്റെ തിരുമുന്നിൽ വെച്ച് വീണ്ടും ഓം നമോ വെങ്കടേശായ, ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം 11 പ്രാവശ്യം ചൊല്ലുക. ഇത് ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യാവുന്നതാണ്. വളരെ ഭക്തിയോടുകൂടി കന്നിമാസത്തിലെ ആദ്യത്തെ ദിവസം തിരുപ്പതി ബാലാജി ദേവനെ നമ്മൾ പ്രാർത്ഥിച്ചു വന്നാൽ തിരുപ്പതി ബാലാജി ദേവൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മുഴുവനായും തുടച്ചു മാറ്റുവാൻ സാധിക്കുന്നതാണ്. വെറുതെ പറയുന്ന ഒന്നല്ല, ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതം കൊണ്ടു തന്ന ഒന്നാണ്. പിന്നീട് നിങ്ങൾ ഈ മാസം മുഴുവൻ തിരുപ്പതി ഭഗവാന്റെ ഈ മന്ത്രം ചൊല്ലുവാൻ സാധിക്കുമെങ്കിൽ ഈ മന്ത്രം ചൊല്ലുക. ഇനി അഥവാ ഈ മന്ത്രം ചൊല്ലാൻ സാധിക്കില്ല എങ്കിൽ ഓം നമോ വെങ്കടേശായ എന്ന മന്ത്രം നിത്യവും 108 പ്രാവശ്യം ജപിച്ചു വരിക. കഴിവതും ഈ ഒരു മാസത്തിൽ നോൺ വെജ് കഴിക്കാതെ ശുദ്ധമായി ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ 30 ദിവസം, അതായത് ഒക്ടോബർ 17 ശേഷം എപ്പോഴാണോ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് അവിടെയുള്ള കാണിക്കവഞ്ചിയിൽ ഈ കിഴി സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയുന്ന ആരെങ്കിലും തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാണിക്ക അവിടത്തെ കാണിക്കവഞ്ചിയിൽ സമർപ്പിക്കുവാനായിട്ട് കൊടുത്തു വിടുന്നതും അല്ലെങ്കിൽ അവിടെ കൊണ്ടിടുന്നതും നമുക്ക് നല്ല ഫലങ്ങൾ തരുന്ന ഒന്നാണ്. തിരുപ്പതി ക്ഷേത്ര ദർശനം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പോയി വരേണ്ട ഒരു മഹാക്ഷേത്രമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ക്ഷേത്ര ദർശനം തന്നെയാണ്
തിരുപ്പതി ബാലാജി ക്ഷേത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തിരുപ്പതി ബാലാജിയെ കാണുവാൻ കിട്ടുന്ന ഏതൊരു അവസരവും നമ്മൾ കളയരുത്. ആരെങ്കിലും നമ്മളോട് തിരുപ്പതി യാത്ര പോകുന്നുണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഉടൻ നിങ്ങൾ റെഡി ആയിക്കോളൂ, അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. അങ്ങനെ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ആലോചിച്ചിട്ട് പറയാം, പിന്നെ പറയാം, നാളെ പറയാം എന്നുള്ള വാക്ക് അവിടെ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്, തിരുപ്പതി ബാലാജി ദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു കിഴി കെട്ടിവെക്കുകയാണെങ്കിൽ കോടി രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും അത് തീർത്ത് എടുക്കുവാനുള്ള വഴി ഭഗവാൻ നമ്മുടെ മുന്നിൽ തെളിയിച്ചു തരും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ഓരോ തടസ്സമായി മാറിക്കിട്ടും. ഇനി വരുവാൻ പോകുന്ന ആപത്തിനെ ഇല്ലാതാക്കും. ഇനി ഏതേത് ജന്മങ്ങളിലും നമ്മൾ ഒരു കടംകാരനായി ജീവിക്കുവാൻ ഭഗവാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു മഹാതാന്ത്രികമാണ് നാളെ കന്നിമാസം 1-ാം തീയതി അഥവാ പുരട്ടാസി മാസം 1-ാം തീയതി നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ഓം നമോ നാരായണ അല്ലെങ്കിൽ ഓം നമോ വെങ്കടേശായ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം എഴുതി കിടക്കുക എന്ന് പറഞ്ഞു. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അത് എഴുതുവാനായിട്ട് പുലവാലായ്മയാണ്, പീരിയഡ്സ് ആണ്, നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. മനഃശുദ്ധിയോടുകൂടി നമുക്ക് അതൊരു നോട്ട് പുസ്തകത്തിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ എഴുതാവുന്നതാണ്. ഇത് 30 ദിവസം നിങ്ങൾ തുടർച്ചയായി ചെയ്യുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതം പടിപ്പടിയായി ഉയർച്ചയിലേക്ക് വരുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. ആരെല്ലാം പണമില്ല എന്ന് കരുതി നമ്മളെ ഉപേക്ഷിച്ചു പോയോ, ആരെല്ലാം സമ്പത്തില്ല എന്ന് കരുതി നമ്മളെ മാറ്റി നിർത്തിയോ, ഇവർക്ക് സ്വന്തമായ ഒരു ഭവനം ഇല്ല എന്ന് കരുതി നമ്മളെ തള്ളിക്കളഞ്ഞോ, അവരെല്ലാവരും നമ്മളെ തേടി വരുവാനുള്ള ഒരു മഹാഭാഗ്യം ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കുമെന്നതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. എങ്ങനെയാണോ നമ്മൾ ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ ഉണ്ണിക്കണ്ണനെ കൊഞ്ചിച്ച് നമ്മൾ ഓരോ പൂജകൾ ചെയ്യുന്നത്, അതേപോലെ നമ്മൾ വെങ്കടാചലപതി ഭഗവാനെയും മനസ്സുരുക്കി പ്രാർത്ഥിച്ചു വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം, സമ്പത്ത്, സമാധാനം എല്ലാം താനേ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നാളെ നിങ്ങൾ എല്ലാവരും തന്നെ മറക്കാതെ ചെയ്യുക. രാവിലെ ചെയ്യാൻ സാധിച്ചില്ല, സമയം കിട്ടിയില്ല എന്ന് പറയുന്നവർ വൈകുന്നേരം ഉറങ്ങുന്നതിന് മുന്നേയെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്തു കിടക്കുക. തീർച്ചയായും ജീവിതം മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത വർഷം ഞാൻ പുരട്ടാസി മാസത്തിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങളിൽ പലരും വന്ന് കമൻറ്റ് ചെയ്യും, മാഡം ഞാൻ കഴിഞ്ഞ വർഷത്തെ ആ താന്ത്രികം ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായി എന്ന് ഉറപ്പിച്ചു പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക, ഞാനും നാളെ അത് ചെയ്യുന്നതായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവരും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കടേശായ നമഃ.